മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതികരണങ്ങൾ തുടരുകയാണ്. CPM ഇക്കാര്യത്തിൽ അകലം പാലിക്കുമ്പോൾ യുവജന സംഘടനയായ DYFI വിമർശനമുന്നയിക്കാൻ തയ്യാറാകുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ പരാമർശം ശ്രീനാരായണ ധർമ്മത്തിന് എതിരാണ് എന്ന് DYFI വ്യക്തമാക്കുന്നു. പക്ഷേ പ്രത്യക്ഷ പ്രതികരണങ്ങളില്ല. സമുദായ നേതാക്കൾ വർഗീയത പറയരുത് എന്ന് കാന്തപുരത്തിന്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. മതസൗഹാർദ്ദം ഇല്ലാതാക്കി മനുഷ്യരെ അകറ്റാനുള്ള ശ്രമം കേരളം തള്ളിക്കളയണം. സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവർ വാക്കിലും പ്രയോഗങ്ങളിലുമൊക്കെ കരുതലുള്ളവരാകണമെന്നും കാന്തപുരം പറയുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ കസേരയിലാണ് ഇരിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളിക്ക് ഓർമ്മ വേണമെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പ്രതികരിച്ചു. വെള്ളാപ്പള്ളിക്ക് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് എന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിനെ നോക്കണം. ഒരിക്കലും അദ്ദേഹം വർഗീയ പരാമർശം നടത്താൻ പാടില്ല. തെറ്റു തന്നെയാണത്. ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ? അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? എത്രയും നല്ല ബന്ധം ഉണ്ടായിട്ട് അതിൽ CPM ഉത്തരവാദിത്വം ഉണ്ടാക്കാര്യത്തിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നോ? ഞങ്ങൾ അദ്ദേഹത്തിനെ വന്ദിക്കാനുമില്ല, എന്നാൽ നിന്ദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. തനിക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ ന്യായീകരണവുമായി രംഗത്ത് വരുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. പിന്നാക്കക്കാരനായതുകൊണ്ടാണ് തന്നെ ഒരു മാധ്യമം വേട്ടയാടുന്നതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു മാധ്യമം മാത്രമാണ് തന്നെ ക്രൂശിക്കുന്നത്. KM ഷാജി എന്തുകൊണ്ട് ഇവർ വിമർശിക്കുന്നില്ല? അയാൾ എന്തൊക്കെ വർഗീയത പറയുന്നു എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. സമൂഹത്തിൽ കാണുന്ന അനീതിയെ പറയുക എന്നുള്ളത്, നീതിയ ചെയ്യുന്ന നീതിവാന്മാരെ പ്രശംസിക്കുക എന്നുള്ളതും ഒരു സാമാന്യ മര്യാദയാണ്. ഒരു സമുദായ നേതാവെന്ന നിലയിൽ ഞാൻ അതേ ചെയ്യുന്നത്. എന്നെ എന്തിനു കുറിക്കുന്നു? എൻ്റെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു മനുഷ്യനല്ലേ? എന്നെ പച്ചയായി പിച്ചിക്കീറി തിന്നാൻ ചില മാധ്യമങ്ങൾ ഇന്ന് മത്സരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മാധ്യമം. ആ മാധ്യമം എത്ര നാളായി എന്നെ വേട്ടയാണ്? ഞാൻ എന്ത് തെറ്റിയത്? വേറെ ചങ്ങനാശ്ശേരി ചെന്ന് കാണിക്കുമോ? ഇത് ചങ്ങനാശ്ശേരി കയറ്റുമോ? ചങ്ങനാശ്ശേരി ഇതുപോലെ എന്ന് പറയാൻ ഇവർക്ക് തൻ്റെ ഇടമുണ്ടോ? ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനായിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്നോട് എന്തു ആകാമെന്നുള്ളതാണോ ചിന്ത? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിലുള്ള പ്രതിഷേധവും നമ്മൾ കാണുന്നുണ്ട്. എല്ലാറ്റിനും മുന്നം രാഷ്ട്രീയ നേട്ടമാകുമ്പോൾ ഇനിയും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റും.